തീർച്ചയായിട്ടും സർക്കാർ അങ്ങനെ ഒരു അഭ്യർത്ഥന വെച്ചിട്ടുണ്ട്. ഞങ്ങളിതിനെ പൂർണ്ണമായി യോജിച്ച് പ്രമേയം കൊണ്ടുവരും. കാരണം ഇത് ഇന്ത്യ മുന്നണി ബീഹാറിലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ SIR-നെതിരായിട്ട് രാജ്യവ്യാപകമായ പ്രക്ഷോഭം നടക്കുമ്പോൾ ഞങ്ങളും അതിൽ പങ്കുചേരും. ഇവിടെ ഒരുമിച്ച് കൊടുക്കും. കാരണം ഇവിടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇവിടെ ലോക്കൽ ബോഡി ഇലക്ഷൻ കൂടി വരാൻ പോവാണ്. ഒരു ജനറൽ ഇലക്ഷന് സമാനമാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ അല്ലേ? ഇനി നറുക്കെടുപ്പ്, മറ്റ് തെരഞ്ഞെടുപ്പ് പ്രചരണം, അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അസംബ്ലി ഇലക്ഷനാണ്. ഇതിൻ്റെ ഇടയിൽ ഈ SIR കൊണ്ടുവരുമ്പോൾ 52.5 ലക്ഷം വോട്ടർമാരാണ് ഇതിന് പുറത്തു പോകുന്നത്. 2002 ബാധകമാക്കിയിരിക്കുന്നത്. 2002 ശേഷം ചേർന്നിരിക്കുന്ന 52.5 ലക്ഷം വോട്ടർമാർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താണ്. ഇനി അവർ ചേർക്കണമെങ്കിൽ വലിയ പ്രോസസ്സാണ്. അവരുടെ പിതാവിൻ്റെ മാതാവിൻ്റെ ജനനത്തീയതിയൊക്കെ കൊണ്ടുവന്നും. അപ്പോൾ കേരളത്തിൽ ഇത് ചെയ്യുന്നത് തന്നെ അത് നടപടിക്രമം കൃത്യമായി ചെയ്യാൻ പറ്റില്ല. ലോക്കൽ ബോഡി ഇലക്ഷനും അസംബ്ലി ഇലക്ഷനുമാണ്. എന്നിട്ടും അവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിൻ്റെ വാലാട്ടികളായി പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ അവതരിപ്പിക്കും. മറ്റൊരു വിഷയം, താങ്കളുടെ മണ്ഡലംകാരിയായിട്ടുള്ള ഒരു CPM നേതാവ് KJ ഷൈൻ, അവർക്കെതിരെ കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകളിൽ നിന്നും പേജുകളിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടക്കുന്നു. താങ്കൾ അറിഞ്ഞുകൊണ്ടാണ് അത്തരമൊരു ആക്രമണം നടന്നത് ഇന്ന് അവർ പറയുന്നത്. എന്താണ് അത്? ഇതുപോലത്തെ ഏത് കേസ് ഉണ്ടായാലും എൻ്റെ നെഞ്ചത്തോട്ട് കയറുന്നതിന് ആരെവിടെ ഇങ്ങനത്തെ കേസ് ഉണ്ടായാലും പ്രതിപക്ഷ നേതാവിൽ എൻ്റെ വീട്ടിലേക്ക് മാർച്ച് ഞാൻ എന്ത് ചെയ്തിട്ടാണ്? ഇതെങ്ങനെയാണ് ആദ്യം പുറത്തു വന്നതെന്ന് CPM അന്വേഷിക്കട്ടെ. കോൺഗ്രസ് ഹാൻഡിലൊക്കെ ഉണ്ടാകും. കാരണം കോൺഗ്രസ്സുകാർക്കെതിരായിട്ട് അവർ വ്യാപകമായ പ്രചരണം CPM ഹാൻഡിൽ നടത്തിയപ്പോൾ ഈ മാന്യതയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കഴിഞ്ഞ ഒരു മാസമായിട്ട്. കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായിട്ട് CPM ഹാൻഡിൽ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണം, സ്ത്രീ സംരക്ഷണം തുടങ്ങിയ വാക്കുകളൊന്നും ഉണ്ടായില്ലല്ലോ. വ്യാപകമായി ചെയ്തു. ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്യരുത് എന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞ ആളാണ്. കോൺഗ്രസ് ആയിട്ട് അനുഭാവികളോട് പോലും പറഞ്ഞ ആളാണ് അങ്ങനെ ചെയ്യരുത്. കാരണം ഞങ്ങൾ എന്തുകൊണ്ടാണ് നടപടിയെടുത്തത്? ഞങ്ങളുടെ മുമ്പിൽ ഒരു കേസ് വന്നപ്പോൾ സ്ത്രീ സംരക്ഷണത്തിന് മുഖ്യ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞുകൊണ്ട് കൊടുത്തത്. ഇതെങ്ങനെയാണ് പുറത്തു പോയതെന്ന് അത് KN ഉണ്ണികൃഷ്ണൻ്റെ പ്രസ്താവനയിലുണ്ട്, വരികൾക്കിടയിലുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ, കോൺഗ്രസ് ആസൂത്രിതമായിട്ടല്ല ഇത് നടത്തിയിരിക്കുന്നത്, ഇത് അദ്ദേഹത്തെ വേട്ടയാടുമാണ് എന്നാ പറയുക. ഇതെങ്ങനെയാണ് ഈ വാർത്ത പുറത്തു പോയതെന്ന് CPM അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. ഏത് യൂട്യൂബ് ചാനലിലാണ് ആദ്യം ഇത് വന്ന്? നിങ്ങൾ അന്വേഷിക്കുക. ഞാൻ കോൺഗ്രസ്സുകാരും കൊടുക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, കൊടുക്കുന്നുണ്ടാവും. കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് നിലനിൽക്കുന്ന CPM കോൺഗ്രസ് സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ടാവും. അതിന് എൻ്റെ തലയിൽ വെക്കണ്ട. എൻ്റെ വീട്ടിലേക്ക് കാളയായിട്ട് പ്രകടനം, എൻ്റെ വീട്ടിലേക്ക് കോഴിയായിട്ട് പ്രകടനം, ഇത് ഞാനെന്ത് ചെയ്തിട്ടാ? ഞാനാണോ കേസിലെ പ്രതി? ഏത് പാർട്ടിക്കാരായാലും ഏതാണ് അല്ല, അതൊക്കെ സംഘടനാപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ. അത് എൻ്റെ കയ്യിൽ പരാതി ഉണ്ടെങ്കിൽ ഞാനത് KPCC പ്രസിഡന്റിനും DCCക്കും ഫോർവേഡ് ചെയ്യും. അല്ല, എന്തെങ്കിലും പരാതി വരുമ്പോൾ അത് ഫോർവേഡ് ചെയ്യും. വേണ്ട നടപടികൾ പാർട്ടി എടുക്കും. ഞാനല്ല തീരുമാനം. നേതാവായിട്ടുള്ള ഈ ഷൈൻ ടീച്ചർ അവർ പറയുന്നുണ്ട്, താങ്കൾ മണ്ഡലത്തിലുള്ള വ്യക്തിയാണ്, താങ്കൾ അറിയാതെ ഒരിക്കലും. അതെങ്ങനെ അതിലെന്ത് യുക്തിയുള്ളത്? ഇത് എത്ര ദിവസം മുമ്പ് നടന്ന സംഭവം എന്നാണ് പറയുന്നത്? എത്ര ദിവസം മുമ്പ് നടന്ന സംഭവം എന്നാണ് ആക്ഷേപം? അതിൻ്റെ ഇടയിൽ വാർത്ത വന്നല്ലോ, പത്രത്തിൽ വാർത്ത വന്നല്ലോ, യൂട്യൂബ് ചാനലിൽ വാർത്ത വന്നല്ലോ. പിന്നെ ഞാൻ എങ്ങനെയാണ് ഇത് അറിയുന്നത്? ആ യൂട്യൂബ് ചാനൽ നിങ്ങൾ നോക്കി, എല്ലാ ആഴ്ചയും എനിക്കെതിരെ പറയണ യൂട്യൂബ് ചാനലിലാണ്. ആകെ ഈ ആഴ്ച മാത്രം മാറി പറയില്ല, ബാക്കി എല്ലാ ആഴ്ചയും എനിക്കെതിരെ പറയണ യൂട്യൂബ് ചാനലിലാണ്. എല്ലാ ആഴ്ചയും എനിക്കെതിരെ പറയുന്നത്. ഞാൻ അവരൊന്നും പരാതി പറയാറില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അവരെയൊന്നും വിളിച്ച് അങ്ങനെ കൊടുക്കരുതെന്നും പറയാറില്ല. ഞാൻ വിമർശനത്തിന് അതീതനല്ല. എന്നെ ഏത് രീതിയിലും ആർക്കും വിമർശിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ഞാനത് ശരിയാണെങ്കിൽ ഞാൻ തിരുത്തും ആരോപണം, മറ്റാണെങ്കിൽ ഓക്കെ ശരി. നമ്മൾ ഒരു പൊസിഷനിലിരിക്കുമ്പോൾ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുമ്പോൾ എന്തൊക്കെ കേൾക്കണം? എൻ്റെ ജോലിയാണോ ഇത്? ഇത് അവരന്വേഷിക്കട്ടെ എന്ന്. ഇതെങ്ങനെയാണ് പുറത്തു പോയതെന്ന് അവരന്വേഷിക്കട്ടെ. ഇത്രേ ഞാൻ പറയല്ലോ, എങ്ങനെയാണ് പുറത്തു പോയതെന്ന് അവരന്വേഷിക്കട്ടെ. ഏത് വഴിക്കാണ് പുറത്തു പോയതെന്ന് ഞാൻ ചോദിക്കട്ടെ. CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് എറണാകുളത്ത് CPM ജില്ലാ സെക്രട്ടറിയുടെ കട്ടിലിൻ്റെ അടിയിൽ ക്യാമറ വെച്ച ഞങ്ങളാണ്. ഞങ്ങൾക്ക് കയറാൻ പറ്റുമോ ലെനിൻ സെൻറ്ററിലേക്ക്? കട്ടിലിൻ്റെ അടിയിൽ CPM ജില്ലാ സെക്രട്ടറിയുടെ കട്ടിലിൻ്റെ അടിയിൽ ക്യാമറ വെച്ച പാർട്ടിയാണ് CPM. എറണാകുളത്ത് CPM. സൂക്ഷിച്ചോ, എന്തും ചെയ്യും അവർ.
നിങ്ങൾ അതുകൊണ്ട് പുറത്തു വന്നതാണ്. നമ്മളാരും ഇത് അന്വേഷിച്ച് നടക്കുന്ന ആളുകളല്ല. ഇനി ഇത് അന്വേഷിച്ച് ഞങ്ങളെന്തിനാ ഇത് പറയണത്? ഞങ്ങളെന്തിനാ പറയണത്? ഞങ്ങളുടെ ജോലിയല്ലല്ലോ ഇത്.